നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൊച്ചി മെട്രോയ്ക്ക് ആഗോള അംഗീകാരം. അന്താരാഷ്ട്ര ഇംപാക്ട് അവാർഡ് 2026 സ്വന്തമാക്കി KMRL. കോർപ്പറേഷനിലെ രേഖകൾ തിരുത്തിയെന്ന് സംശയം. കാപ്പ കേസ് പ്രതി സുഗതനെ സംരക്ഷിക്കാൻ BJP നീക്കമെന്ന് V ശിവൻകുട്ടി. ഉൽപാദനം നിർത്തിവെച്ചു, ക്യാന്റീനും പൂട്ടി. ട്രാവൻകൂർ ടൈറ്റാനിയം അടച്ചുപൂട്ടലിന്റെ വക്കിൽ. മുഖ്യമന്ത്രി എത്താൻ വൈകി. ലഹരി വിരുദ്ധ പരിപാടിയിൽ 1 മണിക്കൂറിലധികം മഴയത്ത് നിന്ന് കുട്ടികൾ. ക്രിസ്ത്യാനോ മുതൽ മെസ്സി വരെ ലോകകപ്പ് താരങ്ങൾക്കെതിരെ കളിച്ച കണ്ണൂർ വാരിയേഴ്സ് താരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഉൽപാദനം നിർത്തിവെച്ചു, ക്യാന്റീനും പൂട്ടി. ട്രാവൻകൂർ ടൈറ്റാനിയം അടച്ചുപൂട്ടലിന്റെ വക്കിൽ. സംസ്ഥാനത്തെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നതായി സൂചന. ഫണ്ടില്ലാത്തതിനെ തുടർന്ന് കമ്പനിയിലെ ഉൽപാദനം പൂർണ്ണമായി നിർത്തിവെച്ചതിന് പിന്നാലെ ജീവനക്കാരുടെ ക്യാന്റീനും താൽക്കാലികമായി അടച്ചുപൂട്ടുകയാണെന്ന് കാണിച്ച് നോട്ടീസ് പുറത്തിറക്കി. തിങ്കളാഴ്ച മുതൽ ജീവനക്കാർ വീടുകളിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം. അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പോലും പണമില്ലാത്തതും കരാറുകാർക്കും വിതരണക്കാർക്കും നൽകാനുള്ള കുടിശ്ശിക കുന്നുകൂടിയതുമാണ് ഉൽപാദനം പെട്ടെന്ന് നിർത്തിവെക്കാൻ കാരണമായത്. ജൂൺ 24 മുതൽ കമ്പനിയുടെ പ്ലാന്റുകളിലെ ഉൽപാദന പ്രക്രിയകളെല്ലാം സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇത് പിന്നാലെയാണ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ക്യാന്റീനും പൂട്ടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. 1946 തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിൽ പ്രവർത്തനം ആരംഭിച്ച ട്രാവൻകൂർ ടൈറ്റാനിയം ഏഷ്യയിലെ തന്നെ പ്രശസ്തമായ അനൈറ്റൈസ് ഗ്രേഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപാദകരാണ്. പെയിന്റ്, കോസ്മെറ്റിക്സ്, റബ്ബർ, പ്ലാസ്റ്റിക് വ്യവസായങ്ങളിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് ഇവിടെ നിർമ്മിക്കുന്നത്. മുൻ വർഷങ്ങളിൽ മികച്ച ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇക്കാലത്ത് LDF സർക്കാരിന്റെ കാലത്ത് മികച്ച രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പ്രധാനമായും ചൈനയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ആഭ്യന്തര വിപണിയിലേക്ക് ഒഴുകിയെത്തിയതാണ് കമ്പനിക്ക് കനത്ത തിരിച്ചടിയായത്. ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ഉൽപ്പന്നങ്ങളുടെ വിപണനം കുറയുകയും ചെയ്തതോടെ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനം പോലും പ്രതിസന്ധിയിലായി. ഉൽപാദനം നിർത്തിവെക്കുകയും ക്യാന്റീൻ അടച്ചുപൂട്ടുകയും ചെയ്തതോടെ നൂറുകണക്കിന് വരുന്ന സ്ഥിരം താൽക്കാലിക ജീവനക്കാരുടെ ഭാവി ആശങ്കയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര സാമ്പത്തിക പാക്കേജോ രക്ഷാപ്രവർത്തനമോ ഉണ്ടായില്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ വ്യവസായ ഭൂമികയിലെ ഈ പ്രമുഖ സ്ഥാപനം പൂർണ്ണമായും ചരിത്രമാകുമെന്ന ഭീതിയിലാണ് തൊഴിലാളികൾ. മുഖ്യമന്ത്രി എത്താൻ വൈകി. ലഹരി വിരുദ്ധ പരിപാടിയിൽ 1 മണിക്കൂറിലധികം മഴയത്ത് നിന്ന് കുട്ടികൾ. ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ എത്താൻ വൈകിയതോടെ 1 മണിക്കൂറിലധികം മഴയത്ത് നിന്ന് കുട്ടികൾ. തിരുവനന്തപുരം കവടിയാറിൽ വിവേകാനന്ദ പാർക്കിൽ രാവിലെ 10:30-ക്കാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത്. രാവിലെ 10 മണി മുതൽ കുട്ടികളെല്ലാം എത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി എത്തിയത് 11 മണിക്കാണ്. ഈ സമയം മുഴുവൻ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടിയിലെ റാലിയിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾ മഴയത്ത് നിൽക്കേണ്ടി വന്നു. എക്സൈസ് വകുപ്പും സ്വകാര്യ സംഘടനകളും ചേർന്ന് സംഘടിപ്പിച്ച പൊതുപരിപാടിയിലാണ് സംഭവം. കുട്ടികൾ മഴയത്ത് നനയുമ്പോഴും എക്സൈസ് മന്ത്രി M ലിജു പ്രസംഗം തുടരുകയായിരുന്നു. മഴ നനഞ്ഞാണ് കുട്ടികൾ നിൽക്കുന്നതെന്ന ഔചിത്യബോധം പോലും നോക്കാതെയാണ് മന്ത്രി പ്രസംഗം തുടർന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. റാലി ആയതിനാൽ പാർക്കിൽ പന്തൽ കെട്ടിയുള്ള ക്രമീകരണങ്ങളും നടത്തിയിരുന്നില്ല. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടിയായിരുന്നു കവടിയാറിലേത്. എന്നിട്ടും എന്തുകൊണ്ട് വൈകിയെത്തിയെന്നതിൽ ഇതുവരെയും മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. കോർപ്പറേഷനിലെ രേഖകൾ തിരുത്തിയെന്ന് സംശയം. കാപ്പ കേസ് പ്രതി സുഗതനെ സംരക്ഷിക്കാൻ BJP നീക്കമെന്ന് V ശിവൻകുട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹാജർ ബുക്ക് അടക്കമുള്ള ഔദ്യോഗിക രേഖകളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ എന്ന് ശക്തമായ സംശയമുണ്ടതായി V ശിവൻകുട്ടി. ഹാജർ ബുക്കിൽ തിരുത്തൽ വരുത്തി കാപ്പ കേസ് പ്രതിയായ സുഗതനെ സംരക്ഷിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഘർഷഭരിതമായ സംഭവങ്ങളെ തുടർന്ന് തിരുവനന്തപുരം നഗരസഭ പൂർണ്ണമായും ഭരണസ്തംഭനത്തിലാണ്.
നഗരസഭ ഓരോ ദിവസവും തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്കാണ് പോകുന്നതെന്ന് വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കാപ്പ കേസ് പ്രതി കൗൺസിലറായി മാറുന്നത്. വാഴോട്ടോക്കോണും വാർഡിലെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ വോട്ട് ചെയ്യിപ്പിച്ചതെന്നും ശിവൻകുട്ടി ആരോപിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും MLA-യുമായ രാജീവ് ചന്ദ്രശേഖറിനെതിരെയും വി ശിവൻകുട്ടി രംഗത്തെത്തി. രാജീവ് ചന്ദ്രശേഖർ ഭീഷണിയുടെ സ്വരം അവസാനിപ്പിക്കണമെന്നും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നഗരസഭയിൽ ഇന്നലെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ആക്രമണങ്ങൾക്കും മുഴുവൻ ഉത്തരവാദി മേയറാണെന്ന ബോധപൂർവം ഒരു കലാപം സൃഷ്ടിച്ച് പ്രതിയായ സുഗതനെ രക്ഷിച്ചെടുക്കാനാണ് മേയർ ഉദ്ദേശിക്കുന്നതെന്ന് വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. ഡ്രഗ് ഫ്രീ കണ്ണൂർ വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ജില്ലയിലെ മയക്കുമരുന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഡ്രഗ് ഫ്രീ കണ്ണൂർ ക്യാമ്പയിൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ജൂൺ 26-ന് വിപുലമായി പരിപാടികളോടെ സംഘടിപ്പിച്ചു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ, സിന്തറ്റിക് ട്രാക്ക് ആൻഡ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ രാവിലെ ആരംഭിച്ച കൂട്ടയോട്ടം അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി വിരുദ്ധ അവബോധത്തോടൊപ്പം ലഹരി വിപണനത്തിന്റെയും ഉറവിടം നശിപ്പിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുമെന്ന് MLA പറഞ്ഞു. SPC കേഡറ്റുകൾ, പോലീസുകാർ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ പങ്കെടുത്ത കൂട്ടയോട്ടം കാൾടെക്സ് ഗാന്ധി സർക്കിൾ, പഴയ ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം പരിസരം വഴി സഞ്ചരിച്ച് തിരികെ പരേഡ് ഗ്രൗണ്ടിൽ പ്രവേശിച്ചു. പരിപാടിയിൽ ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുജനങ്ങളുടെ സജീവ പിന്തുണ ഉറപ്പാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ സിറ്റി പോലീസ് കമ്മീഷണർ വി വിജയ ഭാരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് SP ചന്ദ്രൻ ആദ്യ കിക്ക് എടുത്തു. തൂഫാൻ പഞ്ച് അഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന തലക്കെട്ടിൽ ബോക്സിംഗ് പഞ്ചിന്റെ ഉദ്ഘാടനം MLA ടി.ഒ. മോഹനൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഉപഡയറക്ടർ ടി. ഷൈനി, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ പി. ബിജു എന്നിവരും ലഹരിക്കെതിരെ പഞ്ച് ചെയ്തു. കൂടാളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ് അരങ്ങേറി. ലഹരി വിമുക്തമായ ഒരു പുതിയ സാമൂഹ്യ സൃഷ്ടി യുവജനങ്ങളും വിദ്യാർത്ഥികളും ചേർന്ന് തുടക്കമിടണമെന്ന് കെ. സുധാകരൻ MP പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം കണ്ണൂർ പോലീസ് സഭാ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ വി വിജയ ഭാരത് റെഡ്ഡി ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം നൽകി. DD ഷൈനി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലിഷ ദീപക്, DMO ഇൻചാർജ് ഡോക്ടർ സച്ചിൻ KC, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രസാദ് K, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ C. അബൂബക്കർ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ബിജു P, അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സജിത് കുമാർ P, സുരേഷ് PK, പ്രതീക്ഷ അഡിക്ഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ജെയിംസ് കൊല്ലുന്നേൽ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ K. ഷുഹൈബ്, കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് C. സുനിൽകുമാർ, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ സുജിത് തില്ലങ്കേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന സെഷനിൽ ഇൻസ്പെക്ടർ SB കൈലാസ് നാഥ്, ഓപ്പറേഷൻ തണ്ടർ എന്ന സെഷനിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. രാജീവ്, ലഹരി ഉപയോഗവും മാനസികാരോഗ്യം എന്ന സെഷനിൽ ഡോക്ടർ K. മുനീർ എന്നിവർ ക്ലാസ് എടുത്തു. അറിവിന്റെ വാതായനം തുറന്ന് അറിവിന്റെ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വായനോത്സവത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് തല ലോകകപ്പ് ക്വിസ് സംഘടിപ്പിച്ചു. എല്ലാ കേന്ദ്രങ്ങളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെ ക്വിസ് ആരംഭിച്ചു. പെർളശ്ശേരി പഞ്ചായത്ത് തല ക്വിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK നിഷിയുടെ അധ്യക്ഷതയിൽ
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രേഷ്മ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ AV ഷീബ സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KV ദിലീപ് കുമാർ, TK രാജൻ, സുരേഷ് ബാബു, PV എന്നിവർ സംസാരിച്ചു. കടമ്പൂർ പഞ്ചായത്ത് തലം വൈസ് പ്രസിഡന്റ് KV പ്രസീതയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് K ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർമാരായ അക്ഷയ TC, KV ജയരാജൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം K ശിവദാസൻ, KC വിനോദൻ എന്നിവർ സംസാരിച്ചു. ചെമ്പിലോട് പഞ്ചായത്ത് തലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷൈജ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A വിദ്യ അധ്യക്ഷയായി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന CK ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം A പങ്കജാക്ഷൻ, കൺവീനർ ലൈബ്രറി കൗൺസിൽ മുണ്ടേരി പഞ്ചായത്ത് നേതൃസമിതി. വൈസ് പ്രസിഡന്റ് സനേഷ് അധ്യക്ഷനായി. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് തലം പ്രസിഡന്റ് TV ഷമീമ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് തല കേസ് നാളെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് KV ബിജു ഉദ്ഘാടനം ചെയ്യും. ക്രിസ്ത്യാനോ മുതൽ മെസ്സി വരെ ലോകകപ്പ് താരങ്ങൾക്കെതിരെ കളിച്ച കണ്ണൂർ വാരിയേഴ്സ് താരങ്ങൾ. ഫിഫ ലോകകപ്പ് ആവേശം ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുമ്പോൾ കണ്ണൂർ വാരിയേഴ്സ് FCക്കും ലോകകപ്പുമായി അഭിമാനകരമായ ഒരു ബന്ധമുണ്ട്. കണ്ണൂർ വാരിയേഴ്സ് FCയുടെ വിദേശ താരങ്ങളിൽ ചിലർ നിലവിൽ ഫിഫ ലോകകപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്കെതിരെയോ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ ദേശീയ ടീമിൽ ഒന്നിച്ച് കളിച്ചവരുമുണ്ട്. കണ്ണൂർ വാരിയേഴ്സ് FC ക്യാപ്റ്റൻ സ്പാനിഷ് താരം അഡ്രിയാൻ സാർദിൻഡയാണ് ഇതിൽ പ്രധാനി. പ്രൊഫഷണൽ കരിയർ വിവിധ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ താരം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയണൽ മെസ്സി, ടെൻഡർ ഡംഫ്രീസ്, ജോർദാൻ പിക്ഫോർഡ്, നിക്കോളാ വ്ലാഷ്ക്, കൊഡി ഗാക്പോ, ഡൊണൽ മാലൻ, പിക്കോ ലോപ്സ്, കോണർ മെറ്റ്കാൾഫ്, ഇദ്രിസ ഗെയെ എന്നിവർക്കെതിരെ കളിച്ച താരമാണ്. സ്പാനിഷ് ക്ലബായ ഗെറ്റാഫെയ്ക്കായി കളിച്ചിരുന്ന കാലത്താണ് അഡ്രിയാൻ റയൽ മാഡ്രിഡിൽ കളിച്ചിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ബാഴ്സലോണയിൽ കളിച്ചിരുന്ന ലിയണൽ മെസ്സിക്കുമെതിരെ ലഗ്യയിൽ കളിച്ചത്. സൈപ്രസ് ക്ലബായ അപ്പോളോ ലിമാസോൾ FCക്കായി UEFA യൂറോപ്പ ലീഗിൽ എവർട്ടൺ FCക്കെതിരെ കളിച്ച മത്സരത്തിൽ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിനെ മറികടന്ന് അഡ്രിയാൻ ഗോൾ നേടിയിരുന്നു. അന്ന് എവർട്ടണിന്റെ പരിശീലകൻ നിലവിലെ നെതർലാൻഡ്സ് ദേശീയ ടീം പരിശീലകനായ ഡൊണാൾഡ് കൂമൻ ആയിരുന്നു. മുൻ ഇംഗ്ലണ്ട് നായകൻ വെയിൻ റൂണിയും അന്ന് എവർടീമിന്റെ ഭാഗമായിരുന്നു. PSക്കെതിരെ കളിച്ചപ്പോഴാണ് ഡംഫ്രി, മാലൻ, ഗാക്പോ എന്നിവർക്കെതിരെ കളിച്ചത്. ഇംഗ്ലീഷ് താരം നോണി മധുക്കെ PSV ബെഞ്ചിലുണ്ടായിരുന്നു. കണ്ണൂർ വാരിയേഴ്സ് മധ്യനിര താരം അസിയൻ ഗോമസ് സ്പെയിൻ അണ്ടർ-16 ദേശീയ ടീമിനായി കളിച്ചപ്പോൾ പ്രധാന താരങ്ങളായ മാർക്കോ കുറെ, ഡാനി ഓൾമോ എന്നിവരോടൊപ്പം കളിച്ചിരുന്നു. ലോകകപ്പ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോക ഫുട്ബോളിലെ പ്രമുഖ താരങ്ങളുമായി കളിച്ച അനുഭവത്തിലുള്ള താരങ്ങളാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ ജേഴ്സി അണിയുന്നതെന്ന് ക്ലബിന് ആരാധകർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ലഹരിക്കെതിരെ ആടാം പാടാം ഡാൻസ് ഫെസ്റ്റും കരോക്കെ ഗാനാലാപന മത്സരവും ഞായറാഴ്ച. ലഹരിക്കെതിരെ ആടാം പാടാം ഡാൻസ് ഫെസ്റ്റും കരോക്കെ ഗാനാലാപന മത്സരവും ഞായറാഴ്ച രാവിലെ 10 മുതൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ് പരിപാടി. APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് പരിപാടി. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ സിംഗിൾ ഇനത്തിലും, സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി, നാടൻപാട്ട്, കോൽക്കളി എന്നിവയിൽ ഗ്രൂപ്പ് ഇനത്തിലുമാണ് മത്സരം. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിലായി നൽകും. 15 വയസ്സുവരെ 16
25 വയസ്സിന് മുകളിൽ എന്നീ കാറ്റഗറിയിലാണ് മത്സരം. ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള കരോക്കെ ഗാനാലാപന മത്സരം ഞായറാഴ്ച നടക്കും. സിംഗിൾ, ഗ്രൂപ്പ് ഇനത്തിൽ മത്സരവും ഉണ്ടാവും. 15 വരെ, 16 മുതൽ 25 വയസ്സ് വരെ, 25 മുകളിൽ എന്നീ കാറ്റഗറിയിലാണ് മത്സരം. പങ്കെടുക്കുവാൻ 9447 372316 94694763 9526 77 935 9895963172 എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യണം. കണ്ണൂർ കാൾടെക്സ് വലിയോളപ്പുകാവ് റോഡിലെ ലൈബ്രറിയിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൊച്ചി മെട്രോക്ക് ആഗോള അംഗീകാരം. അന്താരാഷ്ട്ര ഇംപാക്ട് അവാർഡ് 2026 സ്വന്തമാക്കി KMRL കൊച്ചി. പൊതുഗതാഗത രംഗത്തെ മികവിനുള്ള ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര പുരസ്കാരത്തിലൊന്നായ UITP ഇംപാക്ട് അവാർഡ് 2026 സ്വന്തമാക്കി കൊച്ചി മെട്രോ. വിവിധ ഗതാഗത സംവിധാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കൊച്ചിയിൽ നടപ്പിലാക്കിയ നൂതന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതിക്കാണ് ഈ ആഗോള അംഗീകാരം ലഭിച്ചത്. ബെൽജിയത്തിലെ ബ്രസൽസിൽ ജൂൺ 23 നടന്ന ചടങ്ങിൽ പൊതുഗതാഗത രംഗത്തെ ആഗോള സംഘടനയായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് പുരസ്കാരം സമ്മാനിച്ചു. ലോകമെമ്പാടുമുള്ള മികച്ചതും പരിസ്ഥിതി സൗഹൃദപരവുമായ പൊതു ഗതാഗത മാതൃകകളെയാണ് ഈ അവാർഡിനായി പരിഗണിക്കാറുള്ളത്. കൊച്ചി മെട്രോ റെയിൽ സസ്റ്റൈനബിൾ മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പ്രൊജക്ട് ഫോർ ബെറ്റർ കണക്ടിവിറ്റി എന്ന പേരിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സമർപ്പിച്ച പദ്ധതിക്കാണ് പുരസ്കാരം. റെയിൽ ശൃംഖലയും കായലുകളിലൂടെയുള്ള വാട്ടർ മെട്രോ ഇലക്ട്രിക് ബോട്ട് സർവീസുകളെയും ഒരൊറ്റ ശൃംഖലയിലേക്ക് കൊണ്ടുവന്നു. ഇവയെല്ലാം ഒരുമിച്ച് ഏകോപിപ്പിക്കുന്ന ഡിജിറ്റൽ മൊബിലിറ്റി ആപ്പുകളും സേവനങ്ങളും യാത്രാനുഭവം എളുപ്പമാക്കി എന്നിങ്ങനെയുള്ള സവിശേഷതകളാണ് KMRLനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്.